ഹായ് ഫ്രണ്ട്സ്, കുട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതാണ് ഒരു അടിപൊളി ഗ്രിൽ റെസിപ്പി ആയിട്ടാണ്, ചിക്കൻ ടിക്ക. അപ്പോൾ ചിക്കൻ ടിക്ക വളരെ എളുപ്പത്തിൽ ഇങ്ങനെ വീട്ടിൽ തയ്യാറാക്കാനാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. പറഞ്ഞ ആവശ്യങ്ങൾ നേരെ വീഡിയോയിലേക്ക് പോകും. ഫ്രണ്ട്സ്, നമുക്ക് ചിക്കൻ ടിക്ക ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് മാരിനേഷൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ബൗളിലേക്ക് ആവശ്യമുള്ള സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള മസാലകളാണ്. അപ്പോൾ ഞാൻ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പിന്നെ ആഡ് ചെയ്തെന്ന് പറഞ്ഞാൽ ഗരം മസാലയാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഉപ്പും അതുപോലെ കുറച്ച് കുരുമുളക് ആഡ് ചെയ്യാം. അപ്പോൾ ഇത്ര ആഡ് ചെയ്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഈ ഒരു രീതി വരെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തൈരാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ തൈരാണ് ആഡ് ചെയ്ത് കൊടുത്തത്. മാക്സിമം പുളിയില്ലാത്ത തൈര് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക, കാരണം നമ്മളിതിൽ പിന്നെ നാരങ്ങ ആഡ് ചെയ്യും. ആ സമയത്ത് പുളി കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ആഡ് ചെയ്ത് കൊടുത്തത് കസൂരി മേത്തിയാണ്. അപ്പോൾ കസൂരി മേത്തി ആഡ് ചെയ്യുന്നതിന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ആഡ് ചെയ്യുക. എന്നാൽ മാത്രമേ എല്ലാ ഫ്ലേവറും നല്ല പ്രോപ്പറായിട്ട് വന്നിട്ട് നമ്മുടെ മാരിനേഷനിൽ നല്ല ഫ്ലേവർ ഉണ്ടാകത്തുള്ളൂ. പിന്നെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നാരങ്ങ നീരാണ്. അപ്പോൾ ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത്. നാരങ്ങ നീര് ആഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, പുളിക്ക് ആവശ്യത്തിന് മാത്രം ആഡ് ചെയ്യുക. അപ്പോൾ ഇത്ര ആഡ് ചെയ്താൽ നമ്മുടെ മാരിനേഷൻ റെഡിയാണ്. ഇനി നമുക്ക് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എല്ലാം ആയിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ബോൺലെസ് പീസസാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോണുള്ള പീസ് യൂസ് ചെയ്യാമെന്നുള്ളേ ഉള്ളൂ. കുക്കായി വരാൻ കുറച്ചുകൂടെ ടൈം എടുക്കുമെന്നുള്ളേ ഉള്ളൂ. അപ്പോൾ അത്ര ആഡ് ചെയ്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് മാക്സിമം ഒരു 5-10 മിനിറ്റെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കാൻ പറ്റിയ അത്രയും നല്ലതാണ്. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓവർനൈറ്റ് ചെയ്തിട്ട്, അതായത് തലേദിവസമേ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ അത്രയും നല്ലതാണ്. അപ്പോൾ നമ്മളെ മാരിനേഷനൊക്കെ നല്ല രീതിയിൽ പിടിക്കും. മിനിമം ഒരു 5-10 മിനിറ്റെങ്കിലും ഫ്രിഡ്ജിലൊന്ന് വച്ചേക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് അടിപൊളിയാക്കിയിട്ട് ഫ്രിഡ്ജിലൊന്ന് വച്ചേക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്ക്യൂവേഴ്സൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ സ്ക്യൂവറിലേക്ക് ഞാൻ ആദ്യം വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഉള്ളിയാണ്, പിന്നെയുള്ള ക്യാപ്സിക്കമാണ്. അപ്പോൾ ഈ 2 വെജിറ്റബിളാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ടിക്കയുടെ വീഡിയോസിനകത്തും അതുപോലെ തന്നെ നിങ്ങൾ ടിക്ക കഴിച്ചിട്ടുള്ളപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടാവും. എപ്പോഴും ഈ 2 വെജിറ്റബിളാണ് വയ്ക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാമെന്നുള്ളേ ഉള്ളൂ. വേണമെങ്കിൽ കോണൊക്കെ ആഡ് ചെയ്യാം ഒരു വെറൈറ്റിക്ക്. പക്ഷേ യൂഷ്വൽ ടിക്ക റെസിപ്പിയിൽ നമ്മൾ കോണൊന്നും വയ്ക്കാറില്ല. പിന്നെ ക്യാപ്സിക്കം വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ പല കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ ഗ്രീൻ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ ഒരെണ്ണം ചെയ്തിട്ട് അതേപോലെ തന്നെ അടുത്ത ലെയറും ചെയ്യുക. നമ്മളങ്ങനെ ഒരു 3 സെറ്റാണ് ഇതിനകത്ത് ചെയ്യുന്നത്, കാരണം നമ്മൾ സ്ക്യൂവർ ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് അത്രേ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത്രയും വെച്ച് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കി സ്ക്യൂവേഴ്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നിങ്ങളിൽ വലിയ സ്ക്യൂവേഴ്സാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് വലുത് യൂസ് ചെയ്യാമെന്നുള്ളേ ഉള്ളൂ. അപ്പം കുറച്ച് വലുതായിട്ട് ചിക്കൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മളെ സ്ക്യൂവേഴ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം ഒന്ന് ഗ്രില്ല് ചെയ്യാം. അപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്യാനായിട്ട് നമ്മൾ ചെറിയ സെറ്റപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ചുടുകട്ടയൊക്കെ വെച്ച് നമ്മളൊന്ന് ചാർക്കോളൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലാണ് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി നമ്മൾ സെറ്റ് ചെയ്ത എല്ലാ സ്ക്യൂവേഴ്സും ഇതിലേക്കൊന്ന് വച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വെച്ച് തന്നെ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാമെന്നുള്ളേ ഉള്ളൂ. വളരെ പെട്ടെന്നാവും. ഏകദേശം ഒരു 10-15 മിനിറ്റ് തന്നെ നമുക്ക് എല്ലാം കുക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വയ്ക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, തിരിച്ച് വെച്ച് കൊടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു സൈഡ് കരിഞ്ഞാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചാർക്കോൾ വയ്ക്കുമ്പോൾ ചാർക്കോൾ മാക്സിമം ഈവൻലി സ്പ്രെഡ് ചെയ്തിടുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സൈഡ് മാത്രം കുക്കായി പോവും. അപ്പോൾ എല്ലാം നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം നമ്മുടെ ഗ്രില്ലിൽ നിന്ന് മാറ്റിയെടുക്കാം. ഓൾമോസ്റ്റ് ഈ കളറാവുന്ന സമയത്ത് എല്ലാം റെഡിയായി വരും. നിങ്ങൾ എന്നാലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചൊന്ന് ഒരു പീസ് എടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഗ്രില്ലെല്ലാം റെഡിയായി, നമ്മുടെ ടിക്കെല്ലാം അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് പ്ലേറ്റ് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു ഗ്രിൽ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാമെന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഇതുപോലെ സൂപ്പർ വീഡിയോസ് നമ്മൾ ഇനിയും വരുന്നതാണ്. അതുവരേക്കും ക്യാമറയോടൊപ്പം ഇസ്മി ആകാശ് സൈനിങ് ഓഫ്.